50 ലക്ഷം കോടി രൂപയുടെ കരാറാണ് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിനും നൽകാത്ത പ്രാധാന്യവും സഹകരണവും അമേരിക്ക സൗദിയോട് കാണിക്കുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. അതിനു പിന്നിൽ അമേരിക്കയ്ക്ക് ചില ഗൂഢലക്ഷ്യങ്ങൾ എന്തായാലും ഉണ്ടാകും എന്ന കാര്യം. പശ്ചിമേഷ്യയിൽ വളരുന്ന ഇറാൻ എന്ന ശത്രുവിനെതിരെ അമേരിക്ക വാർത്തെടുക്കുന്ന ബന്ധമാണ് സൗദി അറേബ്യയുമായുള്ളത്. മറ്റൊരു രാജ്യത്തിനോടും കാണിക്കുന്നതിനേക്കാൾ സൗഹൃദവും കൂറും ഇന്ന് അമേരിക്ക പുലർത്തുന്നത് അറബ് രാജ്യമായ സൗദി അറേബ്യയോടാണ്. ഇതിലൂടെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ആധിപത്യത്തിന് ശ്രമിക്കുന്ന അമേരിക്കയുടെ മനസ്സിലിരിപ്പ് നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വാർത്തയിലേക്ക് വരാം. അമേരിക്കയും സൗദി അറേബ്യയുമായുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും ശക്തരായ പങ്കാളികൾ കൂടിയാണ് സൗദി അറേബ്യ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാനായി അമേരിക്ക കണ്ടെത്തിയ വഴി കൂടിയാണ് സൗദിയുമായുള്ള സൗഹൃദം. ആ സൗഹൃദം ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പറയുന്നത്. 50 ലക്ഷം കോടി രൂപയുടെ കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ സഹകരണ കരാർ എന്നാണ് ഇതിനെ വൈറ്റ് ഹൗസ് വിശേഷിപ്പിച്ചത്. ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആഴം കൂട്ടുന്നതിന്റെ സൂചനയാണ് ഈ കരാർ. കൂടാതെ വിശാലമായ പ്രതിരോധ വിൽപ്പന, സൈനിക പരിശീലന പരിപാടികൾ, സാങ്കേതിക നവീകരണങ്ങൾ, വിശാലമായ നിക്ഷേപ പ്രതിബദ്ധതകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. അമേരിക്കൻ ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം പോലും. നിർമ്മാണ മേഖലയും ഇന്നോവേഷനും ശക്തിപ്പെടുത്തുക എന്നതും ഇതിന്റെ കൂട്ടത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഈ നിക്ഷേപം വൻ മുതൽക്കൂട്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ജോലികൾ സൃഷ്ടിക്കാനും സാങ്കേതിക മേഖലയിൽ വികസനം ഉണ്ടാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ജോലികൾ സൃഷ്ടിക്കാനും സാങ്കേതിക മേഖലയിൽ വികസനം ഉണ്ടാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും കരാർ സഹായകമാകുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃത്രിമ ബുദ്ധി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കാനുള്ള $600 ബില്യൺ വിശാലമായ സൗദി പ്രതിജ്ഞയുടെ ഭാഗമായാണ് $142 ബില്യൺ പ്രതിരോധ കരാർ അനാച്ഛാദനം ചെയ്തത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മേഖലയിലെ ഉന്നത നയതന്ത്ര പര്യടനത്തിനിടെയാണ് ഈ പ്രഖ്യാപനം വന്നത്. അവിടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി മറ്റ് മുതിർന്ന സൗദി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. 1 ഡസനിലധികം അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അമേരിക്കൻ നിർമ്മിത നൂതന യുദ്ധ പോരാട്ട സാങ്കേതിക വിദ്യയും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കുന്നതിലൂടെ സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷാ ശേഷികൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ $20 ബില്യൺ നിക്ഷേപമാണ് സൗദി അറേബ്യ അമേരിക്കയിൽ നടത്താൻ പോകുന്നത്. സൗദി ഡാറ്റ കമ്പനിയായ ഡാറ്റ വോൾട്ട് ആണ് നിക്ഷേപം നടത്തുന്നത്. AI കേന്ദ്രീകൃത ഡാറ്റാ സെന്ററുകളിലും ഊർജ്ജ സംവിധാനങ്ങളിലുമായിരിക്കും ഇവരുടെ നിക്ഷേപം. ഗൂഗിൾ, ഒറാക്കിൾ, സെയിൽസ്ഫോഴ്സ്, AMD, യൂബർ എന്നിവ ഇരു രാജ്യങ്ങളിലുമായി പുതിയ സാങ്കേതിക വിദ്യാ വികസനത്തിന് $80 ബില്യൺ നിക്ഷേപം നടത്തും. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറും ഇതിനോടൊപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. $142 ബില്യൺ കരാറാണിത്. വ്യോമ, മിസൈൽ പ്രതിരോധ സംവിധാനം, സൈനിക പരിശീലനം, അതിർത്തി സുരക്ഷ തുടങ്ങിയ മേഖലകളിലാണ് ഇത്രയും വലിയ നിക്ഷേപം. അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് $4.8 ബില്യൺ വിമാനം സൗദി ലീസിംഗ് കമ്പനിക്ക് നൽകും. GE വെർണോവ $14.2 ബില്യൺ അത്യാധുനിക ടർബൈനുകളും ഊർജ്ജ സംവിധാനങ്ങളും പ്രദാനം ചെയ്യും. പ്രമുഖ US ടെക് സ്ഥാപനങ്ങളുടെ തന്ത്രപരമായ പിന്തുണയോടെ AIയുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള സൗദി അറേബ്യയുടെ അഭിലാഷത്തെയാണ് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. $129 ബില്യൺ മൂല്യമുള്ള സജീവ കേസുകളുമായി സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക വിൽപ്പന പങ്കാളിയായി തുടരുന്ന സമയത്താണ് പ്രതിരോധ കരാർ വരുന്നത്. പ്രതിരോധ വിതരണ ശൃംഖലകൾ, സാങ്കേതിക കൈമാറ്റം, ലോജിസ്റ്റിക് എന്നിവയിൽ കൂടുതൽ സംയോജിത സഹകരണത്തോടെ ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് $142 ബില്യൺ പുതിയ കരാറിനെ കാണുന്നത്. ഇത്രയും വലിയ ഒരു കരാർ, അതായത് ഒരുപാട് കോടിക്കണക്കിന് പണം ചെലവഴിക്കുന്ന ഒരു കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നതിൽ ചില കാരണങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു രാജ്യത്തിനും നൽകാത്ത പ്രാധാന്യം എന്തുകൊണ്ടാണ് അമേരിക്ക സൗദി അറേബ്യയ്ക്ക് നൽകുന്നത്? എന്തിനും ഏതിനും ലാഭം കാണുന്ന അമേരിക്കയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലെ വലിയ ശക്തിയായ സൗദി അറേബ്യ എന്നും അവർക്കൊരു മുതൽക്കൂട്ടാണെന്ന് വ്യക്തമായിട്ട് അറിയാം. കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന പോലെ അമേരിക്ക ഇവിടെ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ അതിന് പിന്നിൽ കാരണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യം വളരെ കാലമായി മിഡിൽ ഈസ്റ്റിലെ US വിദേശ നയത്തിന്റെ ഒരു മൂലക്കല്ല് തന്നെയാണ്. എന്നിരുന്നാലും ഇതിലൂടെ നോക്കിക്കാണുമ്പോൾ ഈ ബന്ധം അമേരിക്കയുടെ ആഗോള പങ്കിലെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാട്ടുന്നതുമാണ്. പ്രത്യേകിച്ചും ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, അന്താരാഷ്ട്ര നിയമം എന്നിവയുടെ ചാമ്പ്യനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ നയം ഇവിടെ
ഇവിടെ എത്തുമ്പോൾ മാറുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. US-സൗദി ബന്ധത്തിലെ ഏറ്റവും ശാശ്വതമായ സ്തംഭം എണ്ണ തന്നെയാണ്. 1940-കൾ മുതൽ ഊർജ്ജ സുരക്ഷ നിലനിർത്തുന്നതിനും ആഗോള വിപണികളെ സ്വാധീനിക്കുന്നതിനും US സൗദി അറേബ്യയുടെ വിശാലമായ എണ്ണ ശേഖരത്തെ ആശ്രയിക്കുന്ന രാഷ്ട്രമാണ്. US ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആഗോള എണ്ണ കാർട്ടലായ ഒപ്പെക്കിൽ സൗദി അറേബ്യ ഇപ്പോഴും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എണ്ണവില സ്ഥിരമായി നിലനിർത്തുന്നതിനും ആഗോള പ്രതിസന്ധികളിൽ ലഭ്യത ഉറപ്പാക്കുന്നതിനും അമേരിക്ക ഈ ബന്ധം നിലനിർത്തി വരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള പൊതുപ്രതിബദ്ധത ഉണ്ടായിരുന്നിട്ടും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് അമേരിക്ക തുടരുന്നുവെന്ന് ഈ ആശ്രിതത്വം വെളിപ്പെടുത്തുന്നതാണ്. സൗദി അറേബ്യ പോലുള്ള എണ്ണ രാജവാഴ്ചകളെ പിന്തുണയ്ക്കുന്നതിലൂടെ US ആഗോള പാരിസ്ഥിതിക ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും അർത്ഥവത്തായ കാലാവസ്ഥാ നടപടികൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വിമർശകരും പറയുന്നു. അമേരിക്കൻ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ വൻ ആയുധ ഇടപാടുകളാണ് US പ്രതിരോധ വ്യവസായത്തെ വളർത്തുന്നത്. ഇത് ലോക്ഹീഡ് മാർട്ടിൻ, റേദിയോൺ, ബോയിങ് തുടങ്ങിയ ശക്തമായ കോർപ്പറേഷനുകൾക്ക് ഗുണം ചെയ്യുന്നുമുണ്ട്. യമൻ പോലുള്ള സ്ഥലങ്ങളിൽ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ US വിതരണം ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വിൽപ്പന ഇന്നും തുടർന്നു വരികയാണ്. അവിടെ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന സിവിലിയൻ ലക്ഷ്യങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ആക്രമിച്ചതായി ആരോപിക്കപ്പെടുന്നു. നോക്കണേ, യമനിലെ ഹൂതികളോട് പൊരുതുമ്പോഴും അവരുടെ കയ്യിലെ ആയുധങ്ങൾ അമേരിക്കയുടേതാണെന്ന നഗ്നമായ സത്യമാണ് പുറത്തുവരുന്നത്. US വിദേശ നയം പോലും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതാണ്. എവിടെയും ബിസിനസ് വിജയിക്കണമെന്നല്ലാതെ മറ്റൊരു നിലപാടും അവർക്കില്ല. അമേരിക്കയുടെ നയം തന്നെ അതാണല്ലോ. യുദ്ധം വേണ്ട എന്ന് പറയുന്ന അതേ രാജ്യം തന്നെയാണ് യുദ്ധക്കോപ്പുകൾ വിതരണം ചെയ്യുന്നതും. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇത്തരം നയത്തെ തന്നെയാണ്. അവിടെ മനുഷ്യാവകാശങ്ങളോ ജനാധിപത്യ മൂല്യങ്ങളോ ഒന്നും വില്ലനാകുന്നില്ല. മാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഇന്നത്തെ ശത്രുവായ ഇറാനുമായി കൊമ്പുകോർക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യം അറബ് രാജ്യത്തെ സുഹൃത്തിനെ തന്നെയാണ്. അതുതന്നെയാണ് സൗദി അറേബ്യയിലേക്ക് അവരെത്താനുള്ള കാരണം. ഷിയ രാജ്യമായ ഇറാനും സുന്നി രാജ്യമായ സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരം ഗൾഫിനെ ഒരു ഭൗമരാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റി. ഇറാൻ, ഹിസ്ബുള്ള, അമേരിക്കൻ, ഇസ്രായേലി താൽപര്യങ്ങളെ വെല്ലുവിളിക്കുന്ന മറ്റ് ഗ്രൂപ്പുകൾ എന്നിവയ്ക്കെതിരായ ഒരു ബഫറായിട്ട് US റിയാദിനെ പിന്തുണയ്ക്കുകയാണ്. കൂടാതെ ചൈനയും റഷ്യയും മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കുമ്പോൾ സൗദി ബന്ധങ്ങളിലൂടെ തങ്ങളുടെ ശക്തി ഉറപ്പാക്കാൻ തന്നെയാണ് US ശ്രമിക്കുന്നത്. USന്റെ ഇത്തരം സമീപനങ്ങളെ വിമർശനാത്മകമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പയറ്റിയ അതേ അടവാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും പയറ്റുന്നത്. വിഭജിച്ച് ഭരിക്കുക, വിഭാഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയും സൈനികവൽക്കരിക്കപ്പെട്ട മത്സരങ്ങൾ വളർത്തുകയും ചെയ്യുന്നതാണ് അമേരിക്കയുടെ നയം പോലും. ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നാണ് US പലപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ സൗദി അറേബ്യയുമായുള്ള സഖ്യം ഒരു അഗാധമായ സ്വേച്ഛാധിപത്യ ഭരണകൂട ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത്. സൗദി അറേബ്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത് നമുക്കറിയാവുന്നതാണ്. വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നവരാണ് സൗദിക്കാർ. സ്ത്രീകളുടെ അവകാശങ്ങളെ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉത്തരവിട്ടതായി ആരോപിക്കപ്പെടുന്ന 2018 പത്രപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ക്രൂരമായ കൊലപാതകം അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം പേറുന്ന സൗദി അറേബ്യയെ അമേരിക്ക ഇവിടെ പിന്താങ്ങുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നത് ചോദ്യം തന്നെയാണ്. സൗദി അറേബ്യയുമായി അമേരിക്ക തുടരുന്ന ബന്ധം ആദർശവാദത്തിനും US വിദേശ നയത്തിനോടുള്ള താൽപ്പര്യത്തിനും ഇടയിലുള്ള പിരിമുറുക്കം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു നിർണായക വീക്ഷണകോണിൽ നിന്ന് ഈ ബന്ധം പങ്കിട്ട മൂല്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് പങ്കിട്ട തന്ത്രപരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എണ്ണ, ആയുധങ്ങൾ, സ്വാധീനം, അധികാരത്തിന് US പലപ്പോഴും തത്വങ്ങൾ ത്യജിക്കുകയും അതിൻ്റെ ധാർമ്മിക അധികാരത്തെ ദുർബലപ്പെടുത്തുകയും അമേരിക്കൻ ഇരട്ടത്താപ്പുകളെക്കുറിച്ചുള്ള ആഗോള ധാരണകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇത് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം, അമേരിക്ക ഇപ്പോൾ സൗദിയോട് കാണിക്കുന്ന സൗഹൃദത്തിന് പിന്നിൽ എന്തൊക്കെ ഗൂഢലക്ഷ്യങ്ങളാണുള്ളത്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.